ിന്റെയും നാമത്തിൽ ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നേർച്ചകളെല്ലാം കൃത്യമായി നിറവേറ്റണമെന്ന് ആജ്ഞാപിച്ചിരിക്കുന്ന സ്നേഹസമ്പന്നനായ ദൈവമേ, അങ്ങയുടെ സ്തുതിക്കും ഞങ്ങളുടെ പ്രചോദനത്തിനുമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ കാഴ്ചകൾ സ്വീകരിക്കണമേ. അങ്ങയുടെ അനന്തമായ ശക്തിയിൽ ദൃഢമായി വിശ്വസിക്കുന്ന ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. അപകടങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ആവശ്യങ്ങളിൽ സഹായിക്കുകയും ചെയ്യണമേ. ദാരിദ്ര്യവും രോഗങ്ങളും അവരെ അലട്ടാതിരിക്കട്ടെ. ഐശ്വര്യത്തിന്റെ അടിസ്ഥാനമായ സമാധാനവും പരസ്പര സ്നേഹവും ഈ സമൂഹത്തിൽ പുഷ്പിച്ച് നിൽക്കട്ടെ. ഈ സമൂഹത്തിലെ കുടുംബത്തലവന്മാർ വിശ്വാസത്തിലും ദൈവഭക്തിയിലും മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കട്ടെ. കുട്ടികൾ വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും സമ്പന്നരാകട്ടെ. ഈ സമൂഹത്തെയും ഇതിലെ അംഗങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഭൂവാസികളെ ദൈവത്തെ സ്തുതിക്കുവിൻ, തിരുനാമത്തിന് കീർത്തനം പാടുവിൻ. ദൈവത്തിന്റെ പ്രവൃത്തികൾ നിരീക്ഷിക്കുവിൻ, മനുഷ്യർക്ക് വേണ്ടി അവിടുന്ന് പലതും ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് ജീവൻ നൽകി നമ്മുടെ കാല് വഴുതി പോകുവാൻ അനുവദിച്ചില്ല. തീയിലും വെള്ളത്തിലും കൂടി നമ്മെ നടത്തി, എങ്കിലും അതിന്റെ എല്ലാം അവസാനം ആനന്ദത്തിലേക്ക് നമ്മെ ആനയിച്ചു. കൈകൾ നിറയെ കാഴ്ചകളുമായി അങ്ങയുടെ ഭവനത്തിലേക്ക് ഞാൻ വരുന്നു. അവിടെ എന്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും, അവസങ്കടകാലത്ത് ഞാൻ നേർന്നവയാകുന്നു. കൊഴുത്ത മൃഗങ്ങളെയും കൊലാടുകളെയും ദഹനബലിയായി ഞാൻ സമർപ്പിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതൽ എന്നേക്കും. ആമേൻ. സമാധാനം. അങ്ങേക്കും സമാധാനം. വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ ഈശോയെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു: ഇതൊരു വിജന പ്രദേശമാണല്ലോ, നേരവും വൈകിയിരിക്കുന്നു. ജനങ്ങളെ പറഞ്ഞയക്കുക, അവർ ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണം വാങ്ങട്ടെ. ഈശോ മറുപടി പറഞ്ഞു: അവരെ അങ്ങനെ പറഞ്ഞയക്കരുത്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം നൽകുകയും. 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഞങ്ങളുടെ അടുത്ത് ഉള്ളൂ എന്ന് അവർ അറിയിച്ചു. അത് ഇവിടെ കൊണ്ടുവരിക എന്ന് ഈശോ ആജ്ഞാപിച്ചു. ജനങ്ങളുടെ പുൽത്തകിടിയിൽ ഇരിക്കാൻ നിർദ്ദേശിച്ചിട്ട് ഈശോ അപ്പവും മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പിക്കൊടുക്കുകയും ചെയ്തു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷണങ്ങൾ അവർ ശേഖരിച്ചു. അത് 12 കുട്ടയുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ ഏകദേശം 5000 പേരായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് രക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ സംരക്ഷണത്തിന് കൃതജ്ഞതയായി ലോകം സമർപ്പിച്ച ബലി പോലെയും വിധവയുടെ കൊച്ചുകാശ് പോലെയും ഞങ്ങളുടെ ബലികളും കാഴ്ചകളും കാരുണ്യപൂർവ്വം സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലും ഈ സമൂഹത്തിന്റെ മേലും അങ്ങയുടെ അനുഗ്രഹം സമർത്ഥമായി വർഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നേർച്ചയോ
ഭക്തിയോടൊപ്പം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെയും സ്നേഹപൂർവ്വം സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നെ ഈ സമൂഹത്തിന്റെ നായകനായിരുന്നുകൊണ്ട് വിശുദ്ധിയിലും വിശ്വാസത്തിലും അടരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, വിശ്വാസത്തോടു കൂടെ അങ്ങേക്ക് സമർപ്പിച്ച ബലികളും കാഴ്ചകളും ഞങ്ങൾ അനുസ്മരിക്കുന്നു. അവരുടെയും അങ്ങേ ശ്രീയന്മാരുടെയും ലോകമെങ്ങുമുള്ള വിശ്വാസികളുടെയും ബലിയർപ്പണത്തോട് യോജിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ പിടിനേർച്ചയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങേ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഈ പിടിനേർച്ച അങ്ങയുടെ പരിപാലന പിടിനേർച്ചയെയും അങ്ങയുടെ പരിപാലന പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഞങ്ങളെയും ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ